ഹായ് ഓൾ. അപ്പോൾ ഇന്നലെ പറഞ്ഞ ലെവലുകൾ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആ ലെവലുകൾക്ക് മാറ്റം വരുത്തിയിട്ട് ഞാൻ അപ്ഡേഷൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ ട്രേഡ് എടുത്തത്. അപ്പോൾ ഒരു 12:30 1 മണി 1:30 ആ സമയത്ത് ഒരു ട്രെൻഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് ബൈ ചെയ്യാം, അല്ലെങ്കിൽ ആ സമയത്ത് ട്രേഡ് എടുക്കാമെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു 12:30 ആ സമയത്ത് തന്നെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് എല്ലാവരും ട്രേഡ് എടുത്തു. അത് കൃത്യമായി സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തത്. പിന്നെ രണ്ടാമത് വീണ്ടും അത് സപ്പോർട്ട് നമ്മളെ ലെവലിൽ വന്നതിന് ശേഷം വീണ്ടും അത് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളൊന്നും കൂടി ട്രേഡ് എടുത്തു. അതിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ ഒരു ട്രേഡ് പ്രോഫിറ്റും ഒരു ട്രേഡ് ലോസിലുമാണ് ഇന്ന് എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായത്, മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അത് രണ്ടാമത്തെ ട്രേഡ് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് ഇന്ന് എല്ലാവരും പ്രോഫിറ്റിൽ ഇറങ്ങിയത്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, നമുക്ക് ചില സ്റ്റോപ്പ് ലോസുകളൊക്കെ കിട്ടും. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ വീണ്ടും ട്രേഡ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ലെവലുകൾ നോക്കിയിട്ട് വീണ്ടും ട്രേഡ് എടുക്കുക. ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്, കാരണം ഒരു ക്യാൻഡിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ സ്റ്റോപ്പ് ലോസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കുക. പിന്നീട് വരുന്ന ക്യാൻഡിൽ വീണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ലെവലുകൾ നോക്കി ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് ലെവലുകൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാളത്തെ ലെവലുകൾ പറയുകയാണെങ്കിൽ നാളെ ഇപ്പോൾ എല്ലാം ട്രേഡ് ചെയ്യുന്ന ലോണത്തിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് ട്രേഡ് ഉണ്ടാവും തോന്നുന്നില്ലായിരിക്കും. പക്ഷെ നമുക്ക് ലെവലുകൾ പറയാം. ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നോക്കിക്കോളൂ. 24,750 ഒരു ലെവലാണ്, അപ്പ് സൈഡിലേക്ക് റെസിസ്റ്റൻസ് ആണ്. പിന്നെ 24,850, പിന്നെ 24,950. ഡൗൺ സൈഡിലേക്ക് 24,630, പിന്നെ 24,600. ആ റേഞ്ച് ഉണ്ട്. 24,630 മുതൽ 24,600 റേഞ്ചാണ്. പിന്നെ 24,550, പിന്നെ 24,530. അതൊരു റേഞ്ച് ആയിട്ട് എടുക്കാം. 24,530 മുതൽ 24,550 വരെ 20 പോയിന്റ് റേഞ്ച് എടുക്കാം. പിന്നെ 24,470, പിന്നെ 24,400. ഇതൊക്കെയാണ് ഡൗൺ സൈഡിലേക്കുള്ളത്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഒരു സൈഡ് വേസ് ഇപ്പോൾ ഉള്ളത് ലെവലിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 24,750 ബ്രേക്ക് ചെയ്യണം, അങ്ങോട്ട് എടുക്കാം. 24,700 ബ്രേക്ക് ചെയ്യണം, നമുക്ക് ഡൗൺ സൈഡിലേക്ക് എടുക്കാം. അല്ല വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് വീണ്ടും 24,650 സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് മുകളിലേക്ക് ട്രേഡ് എടുക്കാം. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 24,750 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും മുകളിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് നോക്കേണ്ടി വരും. ഓക്കെ, ഒരു 10-15 ദിവസത്തേക്ക്. ഓക്കെ.